ക്ഷമിച്ചുകൊണ്ടാണോ സ്നേഹിക്കേണ്ടത്, അതോ സ്നേഹിച്ചത് കൊണ്ടാണോ ക്ഷമിക്കേണ്ടത്? വല്ലാത്തൊരു ചോദ്യമാണിത്. എന്നാൽ ചോദ്യത്തിനുള്ള ഉത്തരം ഈശോ നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഫരിസേയരുടെ ഭവനത്തിൽ ഈശോ ഭക്ഷണത്തിന് ഇരിക്കുന്നത്. അവിടെ വെച്ച് പാപിനിയായ ഒരു സ്ത്രീ ഈശോയുടെ പാദങ്ങൾ കഴുകുന്നുണ്ട്. ഇത് കണ്ട് ആ ഫരിസേയ പ്രമുഖൻ ശിമയോൻ പെറുപെറുക്കുന്നുണ്ടെങ്കിലും ഈശോ അവനോട് പറയുന്നത്, നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നീ എനിക്ക് ആതിഥ്യ മര്യാദകളൊന്നും ചെയ്തു തന്നില്ല. എന്നാൽ ഇവളാകട്ടെ ചോദിക്കാതെ ആതിഥ്യ മര്യാദകൾ ചെയ്തു തന്നു. സ്നേഹത്തിന്റെ ഭാഗമായി ഇവൾ എന്നെ കൂടുതൽ സ്നേഹിച്ചു, ഞാൻ അവളോട് അതുകൊണ്ട് കൂടുതൽ ക്ഷമിക്കുന്നു. വചനത്തിലൂടെ ഈശോ പറയാണ്, സ്നേഹത്തിന്റെ പിന്തുടർച്ചയാണ് എന്ത്? ക്ഷമ. സ്നേഹിക്കുന്നിടത്ത് ക്ഷമ ചോദിക്കാതെ തന്നെ നൽകപ്പെടുന്നുണ്ട്. ക്ഷമിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഉള്ളവരാണ് നമ്മളിൽ പലരും. ക്ഷമിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല, പല കാരണങ്ങൾ കൊണ്ടും. വളരെ എളുപ്പമാണ്. വചനത്തിൽ പറയും, സ്നേഹിക്കാൻ പഠിച്ചാൽ മതി. സ്നേഹിക്കുക, ക്ഷമിക്കാൻ താനേ സാധിക്കും. കാരണം സ്നേഹത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ക്ഷമ. സ്നേഹിക്കുന്നിടത്ത് ക്ഷമ ഉണ്ടായിരിക്കും.